നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ആരും ഇറങ്ങാൻ പഠിക്കുന്ന ചതുപ്പും വെള്ളക്കെട്ടുമൊന്നും അസീസിനും സംഘത്തിനും വിഷയമല്ല. പ്രതിഫലത്തിനായല്ല, സാമൂഹിക സേവനത്തിനായി അവർ രംഗത്തിറങ്ങും. എവിടെ? സരോവരത്തും കഴിഞ്ഞ 8 ദിവസമായി കാണുന്നത് ഇതാണ്. സുഹൃത്തുക്കൾ ചതുപ്പിൽ കെട്ടിത്താഴ്ത്തിയ വിജിലിന്റെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്താനും പോലീസിന്റെ മനസ്സിൽ മറ്റൊരു പേരുണ്ടായിരുന്നില്ല. ഏലത്തൂർ SHOയുടെ വിളിയെത്തിയതോടെ അസീസും സംഘവും സരോവരത്തെത്തുകയായിരുന്നു. മഠത്തിൽ അബ്ദുൽ അസീസിന്റെ നേതൃത്വത്തിലുള്ള 6 അംഗ സംഘമാണ് വെള്ളിയാഴ്ച വിജിലിന്റേതെന്ന് കരുതുന്ന മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. റിയാസ് മാളിയേക്കൽ, ഷംസു പുല്ലിക്കടവ്, സിദ്ദിഖ് FLS, മിർഷാദ് ചെറിയേടത്ത്, ഹർഷാദ് പയ്യോളി എന്നിവരാണ് സംഘാംഗങ്ങൾ. ചതുപ്പിൽ നിറയെ മരക്കഷ്ണങ്ങളും കുപ്പിച്ചില്ലുകളും സിറിഞ്ചുകളുമൊക്കെ ഉണ്ടായത് തെരച്ചിൽ ദുഷ്കരമാക്കി. ആദ്യം കെട്ടിത്താഴ്ത്താൻ ഉപയോഗിച്ച കല്ലാണ് കിട്ടിയത്. പിന്നീട് കയ്യിലെ ഒരു അസ്ഥിയും കിട്ടി. അസീസ് പറഞ്ഞു. 17-ാം വയസ്സിലാണ് അസീസ് പൊതുപ്രവർത്തന രംഗത്തെത്തിയത്. ഇതുവരെ 4230 മൃതദേഹങ്ങൾ പലയിടങ്ങളിൽ നിന്നായി പുറത്തെടുത്തു. ചെറുപ്പത്തിൽ തിരുവണ്ണൂർ കോട്ടുമ്മലിൽ ജോലിക്ക് പോയപ്പോൾ അവിടെ ഒരു പെൺകുട്ടി ഒഴുക്കിൽപ്പെട്ടു. ആ കുട്ടിയെ രക്ഷിക്കാൻ അസീസ് മറ്റൊന്നും ചിന്തിക്കാതെ വെള്ളത്തിൽ ചാടി. അന്നു മുതൽ അസീസ് മറ്റുള്ളവർക്ക് സഹായത്തിനായി രംഗത്തെത്തി തുടങ്ങി. മരണത്തിൽ ബന്ധുക്കളുടെ സംശയത്തെ തുടർന്ന് വ്യാഴാഴ്ച കൊന്നാട് ബീച്ചിൽ തോണിച്ചാൽ വീട്ടിൽ അസീമിന്റെ മൃതദേഹം പരിശോധനയ്ക്കായി കോപ്പയിൽ ജുമാ മസ്ജിദിന്റെ ഖബർസ്ഥാനിൽ നിന്ന് പുറത്തെടുത്തതും അസീസും സംഘവുമാണ്. ആരും വിളിക്കാതെ ഒരിടത്ത് ചെന്ന് നൽകുന്ന സഹായത്തിന് പടച്ചവൻ പ്രതിഫലം നൽകുമെന്ന ഉമ്മയുടെ ഉപദേശം ഹൃദയത്തിലേറ്റി അയാൾ ഇനിയും സഹായത്തിനായെത്തും.